പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന പ്രതിരോധം സ്വാഭാവികമായും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് പറയണം. തങ്ങളുടെ പരമാധികാരത്തെയും സുരക്ഷയും വെല്ലുവിളിക്കുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ IRGC നടത്തുന്ന ആക്രമണങ്ങൾ അത്രയും വിദേശ ശക്തികളുടെ അനാവശ്യ ഇടപെടലുകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ മേഖലയിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് വിദേശ സൈനിക സാന്നിധ്യമാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ജോർദാനിലെ അൽ അസ്റാഖ് വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈന്യത്തെ പാർപ്പിച്ചിരുന്ന 20ഓളം ഹാങ്കറുകൾ തകർത്തതായും ഇത് US C-17 ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയും P-8 നിരീക്ഷണ വിമാനങ്ങളെയും ലക്ഷ്യമിടുന്നതിലൂടെയുള്ള ഇറാന്റെ സൈനിക മികവാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് പ്രഹരമേൽപ്പിക്കാൻ ഇറാനിയൻ സേനയ്ക്ക് സാധിച്ചു എന്നത് മേഖലയിൽ അവരുടെ പ്രതിരോധ ശേഷി എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. അതേസമയം ഇറാനിലുടനീളം അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് ബാധിക്കുന്നത് എന്നതിൽ സംശയമില്ല. പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ സാമ്പത്തികമായി സാമൂഹികമായും ഒക്കെ തകർക്കുക എന്ന യുദ്ധതന്ത്രമാണ് അമേരിക്ക ഇവിടെ പയറ്റുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും സാധാരണ ജനങ്ങളോടുള്ള ക്രൂരതയുമാണ്. അമേരിക്കൻ പെന്റഗൺ പുറത്തുവിടുന്ന മരണസംഖ്യകളിലെയും നാശനഷ്ടങ്ങളിലെയും വൈരുദ്ധ്യങ്ങൾ അമേരിക്കയുടെ ആശയക്കുഴപ്പത്തെ എടുത്തു കാണിക്കുന്നതാണ്. തങ്ങളുടെ ഭാഗത്തുണ്ടായ കനത്ത തിരിച്ചടികൾ ലോകത്തിന് മുന്നിൽ മറച്ചുവെക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം പാടുപെടാറുണ്ട്. പലപ്പോഴും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ യഥാർത്ഥത്തിൽ മറച്ചുവെക്കുന്ന അമേരിക്കയുടെ പരമ്പരാഗത തന്ത്രത്തിന്റെ ഭാഗമാണ് ഔദ്യോഗിക കണക്കുകളിലെ ഈ വ്യക്തതയില്ലായ്മ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പുലർത്തുന്ന കർശനമായ നിരീക്ഷണവും നിയന്ത്രണവും തങ്ങളുടെ പ്രാദേശിക സമുദ്ര അതിർത്തി സംരക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. വിദേശ യുദ്ധക്കപ്പലുകൾക്കും സാമ്രാജ്യത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ടാങ്കറുകൾക്കും അതിരുകടന്ന സ്വാതന്ത്ര്യം നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനിയൻ കമാൻഡ് ഇപ്പോൾ. ഏതൊരു സംഘർഷത്തിലും ആദ്യം ആക്രമണം അഴിച്ചുവിടുകയും പിന്നീട് അതിനെ പ്രതിരോധമെന്ന് വിളിക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു സ്ഥിരം രീതിയാണ്. അത് ഒരുപാട് ലോകം കണ്ടിട്ടുള്ളതാണ്. ജൂലൈ 18 സംഭവ വികാസങ്ങളെ തുടർന്ന് ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നയിച്ചതിലൂടെ സമാധാനപരമായ ചർച്ചകൾക്കുള്ള വാതിലുകൾ അടയ്ക്കുകയാണ് അമേരിക്ക ചെയ്തത്. ഈ ഏകപക്ഷീയമായ നിലപാടാണ് പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിയെടുത്തത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ഭീഷണികളെയും വ്യാജ പ്രചാരങ്ങളെയും ഒരേ സമയം ചെറുത്ത് തോൽപ്പിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് സാധിക്കുന്നുണ്ട്. ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ അമേരിക്കൻ പ്രതിരോധ ശൃംഖലകളെ പോലും സമ്മർദ്ദത്തിലാക്കാൻ ഇറാന്റെ മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞത് അവരുടെ ആയോധന മികവിന്റെ തെളിവ് തന്നെയാണ്. സ്വന്തം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ജനതയ്ക്കായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചമർത്തലുകൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ധീരമായി നിലകൊള്ളാൻ ഇറാന് സാധിക്കുന്നത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു പാഠം തന്നെയാണ്. വിദേശ സേനകൾ പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറാതെ ഈ മേഖലയിൽ ശാശ്വതമായ ഒരു സമാധാനം പുലരില്ല എന്ന സത്യമാണ് നിലവിലെ സംഭവ വികാസങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതും. അമേരിക്കയുടെ സൈനികാഹങ്കാരത്തിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് സ്വന്തം അതിർത്തികളും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഇറാൻ തങ്ങളുടെ ഉറച്ച നിലപാട് തുടരുകയാണ് ഇപ്പോഴും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.